KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും കേരളത്തിലെ തന്നെ സീനിയർ നേതാവുമായ ശ്രീ N. സുബ്രഹ്മണ്യനെതിരെ പിണറായി വിജയന്റെ പോലീസ് സ്വീകരിച്ച നടപടി അന്യായവും അകാരണവുമാണ്. ഈ നടപടി ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. അർഹിക്കുന്ന അവഗണനയോടുകൂടി ഞങ്ങൾ തള്ളുകയാണ്. ഒരു കാര്യം ഓർപ്പിക്കുന്നു, അകാരണമായ ഈ നടപടിക്ക് കടുത്ത വില പോലീസ് നൽകേണ്ടി വരും. N. സുബ്രഹ്മണ്യന്റെ വീട്ടിൽ ഒരു വലിയ കുറ്റവാളിയെ പോലെ രാവിലെ പോയി വളഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രഭാത കൃത്യങ്ങൾക്ക് പോലും സമയം കൊടുക്കാതെ കസ്റ്റഡിയെടുത്തുകൊണ്ടുവന്ന പോലീസുകാരൻ ഓർത്തിരുന്നോളൂ, അതിന് കനത്ത വില നൽകേണ്ടി വരും. CPM കുറിച്ച് പറയാം, ഇന്ന് പല പഞ്ചായത്തുകളിലും അധികാരം നഷ്ടപ്പെടുന്ന ദിവസമാണ്. അത് അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഈ NS നടപടി. NSനെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകളൊക്കെ തൂത്തുവാരുകയാണ് ജില്ലയിലെ UDF. അതിൽ നിന്നും വാർത്ത തിരിക്കുവാനുള്ള ഒരു അടവ് കൂടിയായിരിക്കാം ഇത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, എന്ത് ജാമ്യം, അറസ്റ്റ് രേഖപ്പെടുത്തിയോന്ന് അറിയില്ല. ഞങ്ങൾ പോയി സംസാരിച്ചു കൂട്ടി വന്നു, അദ്ദേഹം മൊഴിയെടുത്തു. ഇനി കേസ് രജിസ്റ്റർല്ലോ, അതങ്ങനെ കേസിലെ FIR-ൽ എല്ലാം ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുത്തൊരു കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വീട്ടിൽ പോയി അകാരണമായി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നടപടി കേരളത്തിലെ നീതി നിർവ്വഹണ ചരിത്രത്തിൽ ആദ്യമാണ്. ഞങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മൊഴിയെടുത്ത് വിട്ടു. N. സുബ്രഹ്മണ്യൻ ഇന്നലെ മുഴുവൻ സമയവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസറുണ്ട്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താൽ പോരെ, വിളിച്ചാൽ പോരെ, വരില്ലേ? എന്തിനാണ് ഈ നടപടി? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ ചെയ്യുന്ന പോലീസ്, ഈ ചേവായൂർ സ്റ്റേഷനിലെ പരിധിയിൽ DYSP AC ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പെൺവാണിഭ കേസിൽപ്പെട്ട് സസ്പെൻഷനിലാണ്. അദ്ദേഹത്തിനെതിരെ പെറ്റി കേസെടുക്കാത്ത പോലീസ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നവംബർ മാസം 29-ാം തീയതി NS പോസ്റ്റ് ചെയ്ത അതേ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ചെറുവിരലെടുക്കാത്ത പോലീസാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ശബ്ദത്തിൽ നടപടിച്ചത്. ഈ നടപടിയെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിട്ടു. ഞങ്ങളിതാ NS ഇറക്കി പോകുന്നു. ഇനി അങ്ങോട്ട് നിയമപരമായി നേരിടും. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഇത് അല്ലല്ല, അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ജാമ്യത്തിന് വിട്ടതാണ്. ഞാൻ പറയാം, ബെയിലബിൾ ഒഫൻസ് അല്ലേ? അതെ, സ്വന്തം ജാമ്യം ബെയിലബിൾ ഒഫൻസ് അല്ലേ? നിങ്ങൾ ആലോചിക്കണം. അതായത് ഒരു പെറ്റി കേസ് തുല്യം, അതിനാണ് ഈ അറസ്റ്റ്. ഏതായാലും ഇനി ഞങ്ങൾ നിയമപരമായി പോരാടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.